ഹായ് ഗൈസ്, വെൽക്കം ടു യുവർ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് യൂട്യൂബ് ട്രേഡിംഗ് ലേണിംഗ് സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ട്രേഡിംഗ് ഉള്ള പോയിന്റ് ആണ്. പക്ഷേ അതിന്റെ മുന്നായിട്ട് പേഴ്സണലി എനിക്ക് നിങ്ങളൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നിങ്ങൾ ആ ട്രേഡിംഗ് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. ആൻഡ് ഇറ്റ്സ് എ നൈസ് ഡിസിഷൻ. കാരണം നിങ്ങൾ ഫീയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ട്രേഡിംഗ് ലേണിംഗ് സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആൾസോ നിങ്ങൾ ഇപ്പോൾ വാട്ട് ഈസ് ട്രേഡിംഗ് മുതൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ലിക്വിഡിറ്റി കോൺസെപ്റ്റ്സ് ആയിരിക്കും. സോ യു ആർ ലക്കി. സോ ഗൈസ്, ഇനി നിങ്ങളുടെ ആൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ട്രേഡിംഗ്. നിങ്ങൾ സിമ്പിൾ എടുത്താൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ഈസ് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വാല്യൂഡ് അസെറ്റ്. അപ്പൊ എന്താണ് ഈ വാല്യൂഡ് അസെറ്റ്? വാല്യൂഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള ഏതൊരു വസ്തുവും വാല്യൂഡ് അസെറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ ഫിഷ് വാങ്ങണം. അപ്പോൾ അതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതിന്റെ വാല്യൂ കൂടുകയും കുറയുകയും ചെയ്യും. സോ ഇറ്റ്സ് എ വാല്യൂഡ് അസെറ്റ് ആൻഡ് അത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ ബൈ ആൻഡ് സെല് ചെയ്യാണ്. സോ ഇറ്റ്സ് എ ട്രേഡിംഗ്. ഓക്കെ അല്ലേ? ആൾസോ നിങ്ങളിപ്പോ ഒരു കാർ, ഫോർ എക്സാമ്പിൾ പഴയ നമ്മളെ കോണ്ടസിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 1,00,000 സംതിങ് എന്തോ ഉള്ളൂ. പക്ഷേ നിലവിൽ മാർക്കറ്റിൽ അതിന്റെ അവൈലബിലിറ്റി കുറവാണ്. ആൻഡ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 lakh to 6 സംതിങ് ആണ്. സോ ഇറ്റ്സ് ആൾസോ എ ട്രേഡിംഗ്. ഓക്കെ അല്ലേ? മീൻസ് അതിന്റെ അവൈലബിലിറ്റി കൂടുന്നതും കുറയുന്നതനുസരിച്ച് അതിന്റെ മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യും. സോ ഇറ്റ്സ് ആൾസോ ട്രേഡിംഗ്. സോ എന്താണ് ഈ ട്രേഡിങ്ങിനെ വ്യത്യാസപ്പെടുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രേഡിന് മാർക്കറ്റും അതുപോലെ എന്താണ് നമ്മൾ ട്രേഡിന് വസ്തും എന്നൊരു കാര്യമാണ്. സോ ഇനി നമുക്ക് എന്താണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ ഡിഫറെന്റ് മാർക്കറ്റ്സ് അവൈലബിൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇനി നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മാർക്കറ്റ്സ് ആണ് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ എന്നുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 4 മേജർ മാർക്കറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് അഥവാ ഷെയർ മാർക്കറ്റ്. അപ്പൊ അതിന് 2 എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് റിലയൻസ്, അതുപോലെ തന്നെ നമ്മളെ ബജാജ് ഫിൻസേർവ്, അങ്ങനത്തെ സ്റ്റോക്സ് അല്ലെങ്കിൽ ഷെയർസ് അതിന്റെ മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിന്റെ അവിടെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റ് ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യമാണ് നമ്മളെ ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാർക്കറ്റ്. ആൻഡ് പേഴ്സണലി ഞാൻ ട്രേഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാർക്കറ്റ്. ആൻഡ് ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ കറൻസി പേയേഴ്സ് ആയിരിക്കും ട്രേഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ യൂറോ യു എസ് ഡി, GBP USD എന്നീ കറൻസി പേയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ആ യൂറോ യു എസ് ഡി, യൂറോ യു എസ് ഡി ആൻഡ് ആ ഒരു യൂറോ ആൻഡ് USD ആൻഡ് അതിന്റെ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ചിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ, ആ വ്യത്യാസത്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളെ USD INR വരുന്ന ചേഞ്ച് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ചേഞ്ചിനായിരിക്കും നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുക. നമ്മൾ മോസ്റ്റ് കോമൺലി USD INR ഒന്നും ട്രേഡ് ചെയ്യാറില്ല, കാരണം അവിടുത്തെ വോളിയം കാര്യങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാറ് GBP USD, യൂറോ USD, കുറച്ചുകൂടെ ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള പേയേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യാറ്. ദെൻ നമുക്ക് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നിങ്ങൾ എല്ലാവരും മോസ്റ്റ്ലി കേട്ടുവരുന്ന ഒരു പേരാണ് ബിറ്റ് കോയിൻ അഥവാ ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കോയിൻസ് ആവും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇൻഡെക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡീസ് മാർക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടിരിക്കാത്തൊരു പേരായിരിക്കും ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡീസ് മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, അവിടുത്തെ സ്റ്റോക്സ് കമ്പൈൻഡ് ആയിട്ട് ഒരു ഇൻഡെക്സ് ആക്കി മാറ്റും. അപ്പോൾ അതിനെ ട്രേഡ് ചെയ്യുന്ന ഒരു പേരാണ് ഇൻഡെക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് ട്രേഡിംഗ്. ഓക്കെ അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ കമ്പനി ഷെയർസിനെ ഒരു കമ്പൈൻഡ് ആക്കിയിട്ട് ഒരൊറ്റ സ്റ്റോക്ക് ആക്കി മാറ്റും. അപ്പോൾ അതിനെ ട്രേഡ് ചെയ്യുന്ന പേരാണ് ഇൻഡെക്സ് മാർക്കറ്റ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നിഫ്റ്റി 50, 50 കമ്പനി ഷെയർസിന്റെ ഒരൊറ്റ ഇൻഡെക്സിന്റെ പേരാണ് നിഫ്റ്റി 50. എന്ന് നോക്കുമ്പോൾ നമ്മളെ നാസ്ഡാക്ക് 100ഓളം ഇന്റർനാഷണൽ കമ്പനീസിന്റെ ഒറ്റ ഒരു ഇൻഡെക്സിന്റെ പേരാണ് നാസ്ഡാക്ക്. ആൻഡ് അതിന് ട്രേഡ് ചെയ്യുന്ന പേരാണ് ഇൻഡെക്സ് ട്രേഡിംഗ്. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ഫോറക്സ് മാർക്കറ്റിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും വ്യത്യാസവും അതുപോലെ തന്നെ ഏത് മാർക്കറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നുള്ള ആ ഒരു സെലക്ഷൻ എപ്പിസോഡ് ആയിരിക്കും. സോ അതിനുവേണ്ടി ജസ്റ്റ് ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം.